കോഴിക്കോട് പാളയം പുതിയ മാർക്കറ്റ് ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. കച്ചവടക്കാർ കരിദിനം ആചരിക്കുന്നു. വായ മൂടിക്കെട്ടി വ്യാപാരികൾ പ്രതിഷേധിക്കുകയാണ്. പാളയം മാർക്കറ്റ് മാറ്റാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് കച്ചവടക്കാർ ഉറച്ചു നിൽക്കുന്നത്. അഴിമതി ലക്ഷ്യമിട്ടാണ് പച്ചക്കറി മാർക്കറ്റ് പാളയത്ത് നിന്ന് മാറ്റുന്നതെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അനഘ ഹർഷൻ ഉണ്ട് അവിടെ നിന്ന്. അനഘ, അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. വ്യാപാരികൾ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത്? ഒപ്പം തന്നെ ഈ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടക്കാനിരിക്കുകയാണ്. മറ്റ് വിവരങ്ങൾ. വലിയ പ്രതിഷേധമാണ് ഇവിടെ കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതേ സമയം തന്നെയാണ് കല്ലുത്താൻ കടവിൽ ഈ മാർക്കറ്റിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുക. ഈ വലിയ രീതിയിൽ ഈ പ്രതിഷേധം ഇവിടെ പാളയം മാർക്കറ്റിൽ നടത്തുകയാണ്. ഒരു രീതിയിലും ഒരു കാരണവശാലും ഇവിടെ നിന്ന് കല്ലുത്താൻ കടവിലുള്ള മാർക്കറ്റിലേക്ക് പോകില്ല. അതിനുവേണ്ടിയുള്ള ഒരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. ഇവിടെ വലിയ തൊഴിലാളികൾ ഇവിടെ സംഘടിച്ചു നിൽക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. നിങ്ങൾ ഒരു രീതിയിലും ഇവിടെ നിന്ന് മാറാൻ തയ്യാറല്ലേ? ഞങ്ങൾ ഒരിക്കലും മാറാൻ തയ്യാറല്ല. കാരണം നിങ്ങൾ തന്നെ മനസ്സിലാവും, ഇതിന്റെ പകുതി സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലത്തേക്കാണ് കോർപ്പറേഷൻ മാറ്റുന്നത്. അതേപോലെ വാഴക്കുള കച്ചവടക്കാർക്ക് കൊടുക്കുന്നത് നമ്മളെ ഫുട്പാത്തിന്റെ മുകളിൽ കുറച്ച് ഷോപ്പ് ഉണ്ടാക്കിയിട്ട് 80 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഷോപ്പാണ് കൊടുക്കുന്നത്. ഒരൊറ്റ കാര്യം മനസ്സിലാക്കണം, 90% കച്ചവടക്കാരും ഇവിടെ നിൽക്കുക. അതേപോലെ 95% തൊഴിലാളികൾ ഇവിടെ നിൽക്കുക. നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെയുള്ള ആരും തന്നെ ഇവിടുന്ന് മാറുന്ന പ്രശ്നം തന്നെ ഇല്ല. അതുപോലെ CITന്റെയും അവരുടെ കുറച്ച് ആളുകളുടെയും മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, 90%-ലധികം ആളുകൾ ഇവിടെ നിൽക്കുകയാണ്. ആരും തന്നെ ഇവിടെ പോകുന്ന പ്രശ്നം നിലയില്ല. അത് രാഷ്ട്രീയം കഴിയാം, ഞങ്ങൾ രാഷ്ട്രീയത്തിനില്ല. രാഷ്ട്രീയത്തിന് അതീതമായ ആളുകളാണ് ഇവിടെയുള്ളത്. അത് തന്നെയാണ് രാഖി, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കരിദിനം ആചരിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. ഇവിടെയുള്ള ചുമട്ട് തൊഴിലാളികളാണ് ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഇവിടെ അവർ രേഖപ്പെടുത്തുന്നത്. ഈ കറുത്ത കൊടി ഉയർത്തിയിട്ടുണ്ട്, കടുത്ത ബാഡ്ജ് ധരിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും കല്ലുത്താൻ കടവിലുള്ള ആ മാർക്കറ്റിലേക്ക് തങ്ങൾ പോകില്ല എന്നാണ് ഇവർ മുദ്രാവാക്യം ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം കല്ലുത്താൻ കടവിലെ ആ മാർക്കറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇതിന് തൊട്ട് മുൻപ് ഈ CITയുടെ നേതൃത്വത്തിൽ ഈ മാർക്കറ്റിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. ഇപ്പോൾ ഈ പാളയത്ത് വലിയ പ്രതിഷേധം, അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇവിടെയുള്ള ചുമട്ട് തൊഴിലാളികൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുടെ ഭാഗത്ത് നിന്നാണ് ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തങ്ങളുടെ ഉപജീവന മാർഗം അത് തടസ്സപ്പെടും, തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടും, യാതൊരുവിധ അടിസ്ഥാന സൗകര്യവുമില്ല കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റിന്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ പ്രതിഷേധിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഇവിടെയുള്ള തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വരും ദിവസങ്ങളിൽ സത്യാഗ്രഹം അടക്കമുള്ള സമര പരിപാടികളിലേക്ക് കടക്കും എന്നാണ് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കോഴിക്കോട് നഗരത്തിലെ കണ്ണായ സ്ഥലത്താണ് ഈ മാർക്കറ്റ് ഉള്ളത്. ഇവിടെ നിന്ന് മാറ്റി നഗരത്തിൽ നിന്ന് അല്പം മാറിയ കല്ലുത്താൻ കടവ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മാർക്കറ്റ് മാറ്റിയാൽ അത് തങ്ങളുടെ തൊഴിലിടത്തെ എല്ലാ രീതിയിലും ബാധിക്കും. മാത്രമല്ല, ഇവിടെ നിന്ന് ഈ തൊഴിലാളികളെ വ്യാപാര സ്ഥാപനവും ഒക്കെ മാറ്റി മറ്റൊരു കുത്തക കമ്പനികൾക്ക് ഈ സ്ഥലം കൊടുക്കാനുള്ള കോർപ്പറേഷന്റെ നിലപാട്, അല്ലെങ്കിൽ അതിന്റെ ഒരു അജണ്ട കോർപ്പറേഷൻ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇവിടെ ഈ രീതിയിലുള്ള മാറ്റം എന്നാണ് ഇവർ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഈ പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടത്താൻ ഇരിക്കെ നിമിഷങ്ങൾക്ക് മുൻപാണ്, നിമിഷങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ, ഇതിനിടയിലാണ് അതിശക്തമായ പ്രതിഷേധവുമായി വ്യാപാരികൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. അവർ കരിദിനം ആചരിച്ച് ഒരു കാരണവശാലും മാർക്കറ്റ് അവിടേക്ക് മാറ്റാൻ അനുവദിക്കില്ല എന്ന ശക്തമായ പ്രതിജ്ഞയെടുത്തവർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ പുതിയ മാർക്കറ്റ് എങ്ങനെയാണ് അനഘ, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാത്തവർക്കായി ചോദിക്കുകയാണ്, വളരെ അടുത്താണോ, എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രമീകരണം? പുതിയ മാർക്കറ്റ് അത് നഗരത്തിൽ നിന്ന് അല്പം മാറി കല്ലുത്താൻ കടവ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്.
അതൊരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗിൽ 50-60 സ്ക്വയർ ഫീറ്റ് മാത്രമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അവിടെ ഒരു ത്രാസും ഒരു മേശയും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് ഒരു കച്ചവടം നടത്താനുള്ള സൗകര്യമില്ല. മാത്രമല്ല വലിയ സ്റ്റെപ്പാണ് ഉള്ളത്. അത് കയറി എങ്ങനെയാണ് ചുമട്ടു തൊഴിലാളികൾ ഈ സാധനവുമായി സ്റ്റെപ്പ് വഴി പോവുക? അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഈ കോർപ്പറേഷൻ അവരുടെ പരസ്യത്തിലടക്കം കാണിക്കുന്ന താഴെയുള്ള ഭാഗം, താഴെയുള്ള അതിവിശാലമായ കടമുറികൾ അത് മറ്റൊരു കോർപ്പറേറ്റ് മുതലാളികൾക്ക് വിറ്റു. അത് തങ്ങൾക്കുള്ളതല്ല. പക്ഷെ കോർപ്പറേഷൻ അതാണ് ഇവരുടെ പരസ്യത്തിലടക്കം പറയുന്നത്. പക്ഷെ അത് തങ്ങൾക്കാർക്കും ഉള്ളതല്ല. തങ്ങൾക്ക് ലഭിച്ച മുറി അത് 50-60 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള കടമുറികളാണ്. അവിടെ ഒരു ത്രാസ് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സംവിധാനവും ചെയ്യാൻ കഴിയില്ല. കച്ചവടം നടത്താൻ സാധിക്കുന്നില്ല. വലിയ ബുദ്ധിമുട്ടിലേക്കായിരിക്കും പോവുക. മാത്രമല്ല ഇവിടെയുള്ള ആയിരക്കണക്കിന് ചുമട്ടു തൊഴിലാളികളുടെ തൊഴിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പറയുന്നത്. വലിയ ആശങ്കയിലൂടെയാണ് ഇവിടെയുള്ള മാറുന്ന പ്രശ്നം തന്നെയില്ല. ഞങ്ങൾ 2-3 ദിവസം അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് വളരെ ഞെട്ടിക്കുന്ന സ്ഥലമാണ്. കാരണം ഓവുചാലിന്റെ മുകളിലാണ് കച്ചവടക്കാരുള്ള സ്ഥലം. 80 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള സ്ഥലമാണ്. ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലാകും, ആ റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. അതുകൊണ്ട് നമ്മളൊരു കാരണവശാലും 90% കച്ചവടക്കാരും ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുമല്ല നമുക്കൊക്കെ തന്നിരിക്കുന്നത് മുതൽ ഭാഗത്ത് ഒന്നിനും പറ്റാത്ത കടകളാണ്. താഴെയുള്ള കടകളെല്ലാം കുത്തക ഭീമന്മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. കോഴിക്കോട് പാളയം പുതിയ മാർക്കറ്റ് ആരംഭിക്കുന്നതിനെതിരെയാണ് തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും പ്രതിഷേധം ശക്തമായി നടക്കുന്നത്. പാളയം മാർക്കറ്റിൽ അതിശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ്. കച്ചവടക്കാർ കരിദിനം ആചരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവർ വായ മൂടിക്കെട്ടി വ്യാപാരികൾ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ. ഈ പാളയം മാർക്കറ്റ് മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ദൃഢ നിശ്ചയത്തോടുകൂടി അവർ തെരുവിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കല്ലുത്താൻ കടവിലേക്ക് പുതിയ മാർക്കറ്റ് മാറ്റി അതിന്റെ ഉദ്ഘാടനം നടക്കാൻ ഇരിക്കുകയാണ്. ഈ ഉദ്ഘാടനത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഈ പ്രതിഷേധവുമായി കച്ചവടക്കാർ തെരുവിലിറങ്ങിയത് എന്നുള്ളതാണ്. നമുക്ക് അനഘ ഹർഷനിലേക്ക് പോകാം. അനഘ, ഈ ഉദ്ഘാടനം എപ്പോഴാണ് അനഘ നടക്കുന്നത്? എന്തായാലും ഈ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടക്കുന്ന പ്രതിഷേധം ഒരു കാരണവശാലും അവർ സർക്കാരിന്റെ തീരുമാനത്തിന് നിന്ന് കൊടുക്കില്ല. അവർക്ക് അന്നന്നേക്കുള്ള അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അവർക്ക് അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നവർ ജനം ടിവിയോട് നേരത്തെ പ്രതികരിച്ചിരുന്നു. എങ്ങനെയാണ്, എപ്പോഴാണ് ഈ ഉദ്ഘാടനം നടക്കുന്നത് അനഘ? രാത്രി 10 മണിയോട് കൂടിയാണ് കല്ലുത്താൻ കടവിലെ പുതിയ മാർക്കറ്റ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഉദ്ഘാടനം ഇവിടെയുള്ള ചുമട്ടു തൊഴിലാളികൾ അവർ ബഹിഷ്കരിക്കും. വായ് മൂടിക്കെട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് പാളയം മാർക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും ഒരു സമരമല്ല, ഉപജീവനത്തിന് വേണ്ടിയുള്ള തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ പ്രതിഷേധമാണ്. ശക്തമായ പ്രതിഷേധം വരും മണിക്കൂറുകളിലും ഉണ്ടാകും എന്നാണ് ഇവർ പറയുന്നത്. ഒരു രീതിയിലും ഇവിടെ നിന്ന് മാറാൻ തയ്യാറല്ല. വായ് മൂടിക്കെട്ടിക്കൊണ്ടാണ് ഇവിടെ ഇവർ സമരക്കാർ പ്രതിഷേധിക്കുന്നത് എന്നതാണ്. നിങ്ങൾ ഇവിടുന്ന് മാറാൻ തയ്യാറല്ലല്ലോ. ജില്ലാ സെക്രട്ടറി, അതായത് ഇത് പച്ചക്കറി മാർക്കറ്റ് ഇവിടെ നിന്നും അങ്ങോട്ട് മാറ്റുന്നത് ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇവർ തീരെഴുതി കൊടുത്തതാ. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വാടകയുടെ 10-15 ഇരട്ടിയാണ് അവിടെ ഞങ്ങളോട് ചോദിക്കുന്നത്. പിന്നെ പച്ചക്കറി മാർക്കറ്റിന് അനുയോജ്യമായ കെട്ടിടമല്ല ഇവിടെയുള്ളത്. ഇന്ന് അവിടെ ഇപ്പോൾ ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പം നിങ്ങൾ അങ്ങോട്ടേക്ക് പോകേണ്ടി വരില്ലേ? ഇവിടെ നിന്ന് ഉദ്ഘാടനം നടന്നോട്ടെ. ഉദ്ഘാടനം നടന്നാൽ അത് വേറെ എന്തെങ്കിലും നമുക്ക് വാടക കൊടുക്കാം. പച്ചക്കറി മാർക്കറ്റ് അല്ലാതെ അവിടെ എടുക്കാൻ കോഴിക്കോട്ടെ വ്യാപാരികൾ തയ്യാറാ. ഇവരെ ഇവിടെ തന്നെ കുടിയിരുത്തണം. ഇവിടെ ഈ 5 ഏക്കർ സ്ഥലത്ത് ഇവർക്ക് വേണ്ട ആധുനിക സൗകര്യത്തിലുള്ള BOT അടിസ്ഥാനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉണ്ടാക്കി കൊടുക്കാം ഇവർക്ക് ബിൽഡിങ്. ഇവിടെ നിന്ന് ഇവരാരും മാറാൻ തയ്യാറല്ല. ഇവര് മാറിയാൽ ഇവരില്ല. ഇവിടെ നിന്ന് മാറിപ്പോയാൽ ഇവരില്ല. കാരണം എന്താ? ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവർക്ക് കൊടുക്കേണ്ട വാടക സൗകര്യമുണ്ടോ? അവിടെ ഓവിന്റെ മുകളിലാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ഉറപ്പല്ലേ? പ്രതിഷേധം തീർച്ചയായിട്ടും മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കല്ലേ. ഈ കോർഡിനേഷൻ കമ്മിറ്റിനെ എന്തുകൊണ്ടാണ് ഇവർ ചർച്ചയ്ക്ക് വിളിക്കാത്തത്?
ഇവരടുത്ത് ന്യായമില്ല. ഇത് വലിയൊരു പ്രൈവറ്റ് കമ്പനിക്ക് തീരെ എഴുതി കൊടുക്കാണ്. ഈ ഒഴിഞ്ഞു കിടക്കാൻ പോകുന്ന സ്ഥലവും തീരെ എഴുതി കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് രാഖി. ഈ സ്ഥലം ഇത് ഒരു പ്രൈവറ്റ് സ്വകാര്യ വ്യക്തിക്ക് ഈ പാളയം മാർക്കറ്റ് നിലവിലുള്ള സ്ഥലം അത് കൈമാറി കഴിഞ്ഞു എന്നാണ് ഇവിടെയുള്ള തൊഴിലാളികൾ പറയുന്നത്. ശക്തമായ പ്രതിഷേധം അതാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. തൊട്ടടുത്ത് അല്പം മാറി കല്ലുത്താൻ കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയൊരു വ്യാപാര നടത്താനുള്ള ഒരു കെട്ടിടമുണ്ട്. അവിടെ ഈ നിലവിൽ ഈ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനം ബഹിഷ്കരിക്കുകയാണ് ഇവിടെയുള്ള തൊഴിലാളികളും കച്ചവടക്കാരും എന്ന് പറയുന്നത്. ഒരു രീതിയിലും അങ്ങോട്ടേക്ക് തങ്ങൾ ആരും ഇവിടെ നിന്ന് പോവില്ല എന്നാണ്. നേരത്തെ അല്പം മുൻപ് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് CPM-നോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന സംഘടനകൾ ഒരു പ്രകടനം നടത്തിയിരുന്നു. പക്ഷേ അതിലാകെ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ആ ആഹ്ലാദ പ്രകടനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ കണ്ടാൽ നമുക്കറിയാം ഇവിടെയുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഈ കല്ലുത്താൻ കടവിലെ ആ മാർക്കറ്റിലേക്ക് പോകാൻ ഒരു രീതിയിലുമുള്ള താല്പര്യമില്ല. അവരുടെ തൊഴിൽ നഷ്ടപ്പെടും. 1000-ലധികം ചുമട്ട് തൊഴിലാളികൾ ഇവിടെയുണ്ട്. അവരുടെ തൊഴിൽ നഷ്ടം, ദിവസ വരുമാനത്തിൽ ജീവിതം തള്ളി നിൽക്കുന്നവരാണ്. അവരുടെ കുടുംബം പട്ടിണിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ആണ് ഇന്ന് ഉദ്ഘാടനം നടക്കുന്ന ദിവസം ഇവിടെ കരിദിനം ആചരിക്കുന്നത്. വായ് മൂടി കെട്ടിക്കൊണ്ട് വലിയ പ്രതിഷേധമാണ് തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കോർപ്പറേഷൻ ഏകപക്ഷീയമായ വർഷങ്ങളായി CPM ഭരിക്കുന്ന കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷൻ ഏകപക്ഷീയമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നാണ്. നടുവിൽ ആണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഇവിടെ പോലീസ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്രതിഷേധിക്കുന്ന ആളുകളോട് മാറാൻ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് പ്രതിഷേധിച്ചവർ ഈ സ്ഥലത്ത് നിന്ന് ഈ കച്ചവടക്കാരും വ്യാപാരികളും ഒക്കെ ഇവിടെ നിന്ന് റോഡിൽ നിന്ന് അല്പം മാറാൻ പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇവിടെ നിന്ന് മാറുന്ന ഇതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരടക്കം ചുമട്ട് തൊഴിലാളികളൊക്കെ തന്നെ ഇവിടെ നിന്ന് അല്പം മാറി റോഡിൽ നിന്ന് സൈഡിലേക്ക് പോവുകയാണ്. പക്ഷേ ഇപ്പോൾ പോലും ഈ വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പോലും ഇവരെ ചർച്ചയ്ക്ക് വിളിക്കാനോ കൃത്യമായി ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കാനോ കോർപ്പറേഷൻ ഇതുവരെ തയ്യാറാകുന്നില്ല എന്നൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. ഇത്ര ദിവസവും ഇവർ പ്രതിഷേധത്തിലായിരുന്നു. ആ പ്രതിഷേധമൊക്കെ അവഗണിച്ച് ഇന്നിപ്പോൾ ഇവിടെ മാർക്കറ്റ്, കല്ലുത്താൻ കടവിലുള്ള മാർക്കറ്റ് അത് ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, നമ്മൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതാണ്, ഇവിടെ ഉള്ളത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്, ചുമട്ടു തൊഴിലാളികളാണ്, കച്ചവടക്കാരാണ്. അവരാണ് ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. അവരുടെ ആവശ്യങ്ങൾ അത് കേൾക്കാൻ പോലുമുള്ള സന്മനസ് കോഴിക്കോട് കോർപ്പറേഷൻ കാണിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അതിനാണ് ഇവർ ഈ പ്രതിഷേധം ഇവിടെ നടത്തുന്നത് എന്നതാണ്. ഈ കോഴിക്കോട് കണ്ണായ സ്ഥലത്തുള്ള മാർക്കറ്റാണ് പാളയം മാർക്കറ്റ്. വർഷങ്ങളായി ഇതിവിടെയുണ്ട്. ഇവിടെ നിന്ന് വലിയ കച്ചവടം നടത്തുന്നുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കി 10,000-കണക്കിന് തൊഴിലാളികൾ ഈ പാളയം മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊക്കെ ഇല്ലാതാകുമെന്ന ആശങ്കയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അത് തന്നെയാണ് ഇവർ പ്രതിഷേധവുമായി ഇങ്ങനെ രംഗത്ത് വരുന്നതിനുള്ള കാരണം കൂടി. ഇനി റോഡിൽ ഇവിടെ നിന്ന് ഈ പാളയം മാർക്കറ്റിൽ നിന്ന് അളകാപുരി വരെയുള്ള സ്ഥലത്തേക്ക് മനുഷ്യ ചങ്ങല തീർക്കാനാണ് ഇവർ അടുത്ത നിമിഷം ഇവിടെ നിന്ന് മനുഷ്യ ചങ്ങല ഉണ്ടാകും. ഈ പാളയം മാർക്കറ്റിൽ നിന്ന് അളകാപുരിയിലേക്ക് ഇവർ കൈകോർത്ത്, ഇവിടെയുള്ള തൊഴിലാളികൾ വായി മൂടിക്കെട്ടി കൈകോർത്ത് ഒരു മനുഷ്യ ചങ്ങല തീർക്കുകയാണ്. നിലവിൽ ഇപ്പോൾ സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് മറ്റൊരു ആഹ്ലാദ പ്രകടനം കൂടി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് സംരക്ഷണം, പോലീസ് കാവൽ ഈ പ്രദേശങ്ങളിലൊക്കെയുണ്ട്. ഇപ്പോൾ റോഡിന് മറുവശത്ത് ഈ തൊഴിലാളികൾ ഈ കൈകോർത്തുകൊണ്ട് വായു മൂടിക്കെട്ടിക്കൊണ്ട്
ഒരു മനുഷ്യ ചങ്ങല തീർക്കുകയാണ്. അത് ഇവിടെ നിന്ന് കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള അളകാപുരി വരെ ഈ മനുഷ്യ ചങ്ങല ഉണ്ടാകും എന്നാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക, അതായത് 90% തൊഴിലാളികളും ഈ പാളയം മാർക്കറ്റ് മാറ്റുന്നതിനോട് അനുകൂലിക്കുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. വെറും 10% പേർ മാത്രമാണ് ഈ പാളയം മാർക്കറ്റ് മാറ്റുന്നതിനോട് അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഏകപക്ഷീയമായി കോഴിക്കോട് കോർപ്പറേഷൻ എന്തായാലും ഈ പുതിയ ഒരു സജ്ജീകരണത്തിന് അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഒപ്പം തന്നെ ഭീമമായ വാടക നൽകേണ്ടി വരും. ഈ കാരണങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രതിഷേധത്തിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. അനഘ, അതെ, തീർച്ചയായും രാഖി, പുതിയ സ്ഥലം, പുതിയ മാർക്കറ്റ്, അവിടെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നതാണ്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മാറാൻ തയ്യാറല്ല അല്ലേ? ഇല്ല, ഒരു കാരണവശാലും ഞങ്ങൾ മാറാൻ തയ്യാറല്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ഞങ്ങൾക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ കച്ചവടം ഉണ്ടാവില്ല, വെറുതെ അങ്ങോട്ട് പോകാന്നുള്ളൂ, കച്ചവടം ഉണ്ടാവില്ല. കോർപ്പറേഷൻ ഇപ്പോൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന പണികളും ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. കാരണം കോർപ്പറേഷൻ പറഞ്ഞ 5.5 ഏക്കർ സ്ഥലത്തേക്ക് വികസിപ്പിച്ചതാണ് മാർക്കറ്റ് എന്നാണ് പറഞ്ഞത്. ആ 5.5 ഏക്കർ മാർക്കറ്റിൽ ഡ്രൈനേജിന്റെ മുകളിൽ സ്ലാബ് ഇട്ടുകൊണ്ട്, മാലിന്യം ഒഴുകുന്ന ഡ്രൈനേജിന്റെ മുകളിൽ സ്ലാബ് ഇട്ടുകൊണ്ട് ഷീറ്റ് കൊണ്ട് റൂം ഉണ്ടാക്കേണ്ട ആവശ്യം കോർപ്പറേഷൻ ഉണ്ടോ? വികസിച്ച മാർക്കറ്റ്, 5.5 ഏക്കറിലേക്ക് വികസിച്ച മാർക്കറ്റിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണോ കോർപ്പറേഷൻ ഇതുപോലുള്ള പണികൾ ചെയ്തിച്ചത്? അവിടെ എങ്ങനെയാ കച്ചവടം ചെയ്യുക? വാഴക്കൊല കച്ചവടം ചെയ്യുന്ന ആളുകൾക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. 70 സ്ക്വയർ ഫീറ്റാണ്. ഞങ്ങൾ വാഴക്കൊല പുകയിടാൻ ഉപയോഗിക്കുന്ന പോക്കൂട് എന്ന് പറയും, അത് തന്നെ 70 സ്ക്വയർ ഫീറ്റിൽ അധികം ഉണ്ടാവും. പിന്നെ ആ 70 സ്ക്വയർ ഫീറ്റിൽ പുകട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എങ്ങനെ പഴുത്ത സാധനങ്ങൾ വിൽക്കും? ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം അവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ കോണിപ്പടികളാണ്, 4 ഭാഗത്ത് കോണിപ്പടികളാണ് താഴ്ന്ന് മുകളിലേക്ക് കയറാൻ. അതൊക്കെ തലയിലേറ്റിക്കൊണ്ട് തൊഴിലാളികൾ എങ്ങനെയാണ് ഇതൊക്കെ കൊണ്ടുപോവുക? ഒരു റൂമിന് പോലും ഹെയർ റോൾ ഇല്ല. ഇന്ന് രാത്രി ഇത് ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ നാളേക്ക് അത് കേടുവരുന്ന സാധ്യതയാണ് കൂടുതലുള്ളത്. ഇതൊന്നും കണക്ക്, ഇത്രയും അടിപൊളിയായിട്ട് നിർമ്മിച്ചു എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് തീരെ സൗകര്യമില്ല. അതിശക്തമായ പ്രതിഷേധം വ്യാപാരികൾ നടത്തുന്നത്. പുതിയ മാർക്കറ്റിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഒപ്പം തന്നെ ഭീമമായ വാടക നൽകണം. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കച്ചവടക്കാർ സർക്കാരിൻ്റെ ഈ നീക്കത്തിന്, കോർപ്പറേഷൻ്റെ ഈ നീക്കങ്ങൾക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന ഒരു കൃത്യമായ ഒരു നിലപാട് അറിയിച്ചുകൊണ്ട് കച്ചവടക്കാർ കരിദിനം ആചരിക്കുകയാണ്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം നടത്തും. ഇതിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അതിശക്തമായ പ്രതിഷേധം അലയടിക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അനഘ ഹർഷനിലേക്ക് പോവുകയാണ്. അനഘ, ഇപ്പോഴും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാർക്കറ്റിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതിഷേധക്കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ? എന്താണ് അവർക്ക് പറയാനുള്ളത്? രാഖി, ശക്തമായ പ്രതിഷേധമാണ് ഇവിടെയുള്ള തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ആ ശക്തമായ പ്രതിഷേധം ഈ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. നിലവിൽ ഇനി അല്പസമയത്തിനകം തന്നെ കല്ലുത്താൻ കടവിലെ ആ മാർക്കറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആ ഉദ്ഘാടനം എന്തിനാണ്, എന്ത് പ്രഹസനത്തിന്റെ ഭാഗമായാണ് ഉദ്ഘാടനം നടത്തുന്നത് എന്നാണ് ഇവിടെയുള്ള ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികൾ ചോദിക്കുന്നത്. നിങ്ങൾ ഒരു രീതിയിലും ഈ പുതിയ മാർക്കറ്റിലേക്ക് പോകില്ല, ഈ കല്ലുത്താൻ കടവിലേക്ക് പോകാൻ നമ്മൾ തയ്യാറേ അല്ല. ഇവിടെ മരിക്കേണ്ടി വന്നാലും കല്ലുത്താൻ കടവിലേക്ക് പോകാൻ നമ്മൾ തയ്യാറല്ല. അധികാരികൾ ഇവിടുന്നും നമ്മളെ പറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് അധികാരികൾ ശ്രമിക്കുന്നത്. നമ്മളെ ജീവിതമാർഗം, നമ്മളെ പൂർവികരായിട്ട് കൈമാറി വന്ന കടകൾ ഇവിടെ ഉണ്ട്. ഇത് സർക്കാരിൻ്റെ അധീനതയിലല്ലേ, കോർപ്പറേഷൻ്റെ അധീനതയിലല്ലേ. ആ മറ്റേ കല്ലുത്താൻ കടവിൽ എന്താ ചെയ്യുന്നത്? BOT അടിസ്ഥാനത്തിലാണ് കല്ലുത്താൻ കടവിൽ കൊടുക്കുന്നത്. ഒരു ഷോപ്പിന് 20 ലക്ഷം 30 ലക്ഷം വാങ്ങിയിട്ടാണ് അവിടെ അഡ്വാൻസ് വാങ്ങിയിട്ടാണ്. അതിൽ 5 ലക്ഷം പേപ്പറിൽ കാണിക്കുള്ളൂ, ആധാർ ഇതിൽ കാണിക്കുള്ളൂ, മുദ്രപത്രത്തിൽ കാണിക്കുള്ളൂ. ബാക്കിയുള്ള പൈസക്ക് നമ്മൾ വെള്ളത്തിൽ ആണ്ട പോലെയാണ് ബാക്കിയുള്ള പൈസയൊക്കെ പോണത്. അപ്പോൾ വ്യാപാരികളെ പറ്റിക്കാനും തൊഴിലാളികൾക്ക് ഇവിടുന്ന് ഫുള്ള് പോണ തൊഴിലാളികൾക്ക് അവിടെ ഒരിക്കലും തൊഴിൽ കൊടുക്കാൻ കഴിയില്ല. കുറേ തൊഴിലാളികൾ വയ്യാതാരാവും, കുറേ കച്ചവടക്കാർ, ചെറുകിട കച്ചവടക്കാർ കച്ചവടം ചെയ്യാനാവാതെ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഈ അധികാരി വർഗ്ഗങ്ങൾ നമ്മളെ വയറ്റത്തടിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് ഈ മാർക്കറ്റ് ഇവിടുന്ന് മാറ്റണം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അവരെവിടുന്നോ എന്താ കമ്മീഷൻ പറ്റിക്കുന്നത്, അത് അവർക്ക് ഇനി അങ്ങോട്ട് മാറ്റാതെ കഴിയില്ല. കോഴിക്കോട് കോർപ്പറേഷൻ കമ്മീഷൻ പറ്റിക്കുന്നത്, അധികാരികൾ കമ്മീഷൻ പറ്റിക്കുന്നത്, അവർക്ക് പറിച്ചു മാറ്റേണ്ടത് അവിടെ ആവശ്യമാണ്. ഇവിടെ ബ്ലോക്ക് ഉണ്ട് എന്നുള്ള ദുഷ്പ്രചരണങ്ങളാണ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലുലുമാൾ വന്നപ്പോൾ അവിടെ ബ്ലോക്ക് ഇല്ലേ?
തൊണ്ടയാട് ബ്ലോക്ക് ഇല്ലേ, പിന്നെ ഏതൊക്കെ സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ട്, മാനാഞ്ചാർ ബ്ലോക്ക് ഇല്ലേ, എല്ലാ സ്ഥലത്തും ബ്ലോക്ക് ഉണ്ട്. പാളയത്ത് ബ്ലോക്ക് മാത്രമുള്ള ബ്ലോക്ക് ഒരു ദുഷ്പ്രചരണങ്ങൾ നടത്താണ്. നമ്മൾ കണ്ടൊരു ജീവിത മാർഗം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. നിങ്ങൾ എന്തായാലും ഒരു രീതിയിലും ഇവിടെയുള്ള ജനങ്ങൾ നിങ്ങൾ കണ്ടില്ല, ഈ ജനങ്ങൾ കണ്ടിട്ട് വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്, അവിടെ പോവാതെ ഇവിടെ സമരം ചെയ്യണം എന്താ? ഈ ജനങ്ങൾ ഇവിടെ പോകാൻ ആർക്കും താല്പര്യമില്ല. ഈ സമരം ചെയ്യണമെന്നുണ്ടാ അങ്ങോട്ട് ഞങ്ങൾ പോകില്ല, എന്ത് വന്നാലും കല്ലുത്താങ്കടവിലേക്ക് നമ്മൾ പോകില്ല എന്നുള്ളതിനെ കൊണ്ടാണ് ഇവിടെ സമരം ചെയ്യുന്നത്. ഇത് ഇപ്പൊ തന്നെ ഓരോരോ ഉദ്ഘാടനത്തിന് ഒരു ഇത് പോയി, അത് ഇവിടെയുള്ള ഒരു ആൾക്കാരും അല്ല, ഒരു പൈസ കൊടുത്തിട്ട് ഏൽപ്പിച്ച ആൾക്കാരാണ് ആ ചെണ്ടമേളായിട്ട് പോയത്. ഇവിടെയുള്ള ഒരു ആൾക്കാരല്ല. നമ്മളിപ്പോൾ ഇവിടെ സമരം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കല്ലുത്താങ്കടവിൽ കയറി അടിച്ചു പൊളിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മൾ പൊളിച്ചിരിക്കും. അത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ഇവിടെ സമരം ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് സമാധാനപരമായ സമരം നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമ്മളെ വയലന്റ് ആക്കണ്ട. നമ്മളെ വയലന്റ് ആക്കാൻ നിന്നാൽ അത് സർക്കാരിന് തന്നെ ദോഷം ചെയ്യാം. നമ്മളെ ജീവിതമാർഗം നഷ്ടപ്പെട്ടാൽ പിന്നെ മേലും കീഴും നോക്കാനില്ല. അന്നം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ നോക്കാനുള്ളത്? പിന്നെ പാർട്ടി ഉണ്ടോ? പിന്നെ എന്തെങ്കിലും ഉണ്ടോ? അന്നത്തിന് വേണ്ടിയുള്ള സമരമാണ്. ജീവിതം നിലനിർത്താൻ, മക്കളെ സംരക്ഷിക്കാൻ, ഉമ്മമാരെ പെങ്ങന്മാരെ അവരെല്ലാവരും സംരക്ഷിക്കാനുള്ള സമരമാണ്. അപ്പോൾ ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും. അധികാരികൾക്ക് കമ്മീഷന് വേണ്ടിയുള്ള സമരമാണ്, ഓരോ പോക്കറ്റ് നിറയ്ക്കാനുള്ള സമരമാണ്, ഓരോ പരാജയപ്പെടുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ഈ മാർക്കറ്റ് ഇവിടെ മാറ്റണമെങ്കിൽ നമ്മളെ ചോരയിൽ കുളിച്ച് കയറാതെ അവർക്ക് മാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് ഉറക്കെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട് പാളയം പുതിയ മാർക്കറ്റ് ആരംഭിക്കുന്നതിനെതിരെയാണ് വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും പ്രതിഷേധം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനിടയിലാണ് പ്രതിഷേധവുമായി കച്ചവടക്കാർ തെരുവിലിറങ്ങിയത്. അവർ വായ മൂടിക്കെട്ടി കരിദിനം ആചരിക്കുകയാണ്.